ഹലോ അസ്സലാമലൈക്കും മക്കളെ, എന്തൊക്കെ വർത്താനങ്ങൾ? കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്? ഒന്നും ഉണ്ടായിട്ടല്ല വീഡിയോ ഉണ്ടായിന്. ഇങ്ങക്ക് പിന്നെ ലൈലാത്താൻ്റെ വീഡിയോ ദിവസം കണ്ട ആൾക്കാരാണ്. നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ദിവസം ഈ വീഡിയോ കൊണ്ടിട്ട് കണ്ട് നിങ്ങളെ വെറുപ്പിച്ചാനാവില്ല വിചാരിച്ചിട്ടോ. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കൊണ്ടുവരാനും വെച്ച എന്താ വെച്ചാൽ നമ്മളെ കാര്യം നടക്കും വേണ്ടേ. അപ്പം നാളെ ആരോ സീലിംഗ് മെഷീൻ ഒന്ന് കാണിക്കൊണ്ട് താത്താറിനങ്ങാട് കമൻറ്റ് ഇട്ടീനു. ഇതാണ് കേട്ടോ സീലിംഗ് മെഷീൻ. ഇത് ഉണ്ടായിട്ട് തന്നെ മക്കളെ പിന്നെ അയക്കുമ്പോൾ ലീക്ക് വരികയാണ്. ചിലയിടത്തൊക്കെ എത്തി കിട്ടുമ്പോഴത്തേന് ലീക്കായി താത്ത അറിയുന്നുണ്ട്. ചിലയിടത്ത് എത്തുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാക്കിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു തൂക്കണ മെഷീനുണ്ട് കേട്ടോ. ഈ മെഷീനെ കുഞ്ഞാവക്ക് തെറാപ്പി സെൻറ്ററിൽ നിന്ന് തൂക്കം പഠിച്ചാൻ വേണ്ടിങ്ങാണ്ട് കിട്ടിയതാണ് കേട്ടോ. കോഴിക്കോട്ട് നിന്ന് കിട്ടിയതാണ്, CRCന്ന്. അതേതായാലും ഇതിൽ നിന്നൊരു ഉപകാരമായിട്ടോ. അപ്പോൾ ഞാൻ ലേഹത്തിൻ്റെ അത് തുടങ്ങിയതുകൊണ്ട് ഒരു ഉപകാരമായി. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ ലേഹ്യം തൂക്കുന്നത് കേട്ടോ. ആദ്യം ലേഹ്യം ഒരു 1/2 കിലോന് 500 തൂക്കും. എന്നിട്ട് നല്ലോണം അമർത്തി വെച്ചിട്ട് അതിൻ്റെ നേരെ മേലെ കുറച്ച് നല്ലെണ്ണയും നെയ്യും കൂടി മേലെ കൂടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതില്ലെങ്കിൽ എന്താ അറിയോ, കേട് വരും. അപ്പോൾ നിങ്ങൾ ലേഹം തിന്നണവർ ഇത് ലേഹ്യം എടുത്ത് കഴിഞ്ഞാൽ ഈ എണ്ണയും നെയ്യൊന്ന് അമർത്തി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മേലെയാണിത് കേടരാൻ ചാൻസ്. അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയേക്ക് തന്നെ വേഗം ഫ്രിഡ്ജിക്ക് വെച്ചോളൂ. അപ്പോൾ ഈ മഴക്കാലമല്ലേ, അപ്പോൾ നമ്മളൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഈ ഈർപ്പത്തിൻ്റെ കാലമാണ്. അതേപോലെ തന്നെ ഒരു കെമിക്കൽ ഇടാത്തതിന് കേട്ടോ. വൈദ്യപീടിയിലൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ കെമിക്കൽ പിന്നെ ഇട്ടിട്ടാണ്. അത് അവർക്ക് ഒരുപാട് കാലം അവിടെ ഇരിക്കും. അതേമാതിരിയല്ല നമ്മൾ കെമിക്കൽ ഇടാത്തതുകൊണ്ട് നമ്മളത് ഇരിക്കൂല കേട്ടോ. അപ്പോൾ നമ്മളെ പ്രിസർവേറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഈ നല്ലെണ്ണയാണ്. നല്ലെണ്ണ നല്ലോണം ഈ ലേഹത്തിൽ കടന്നങ്ങാണ്ട് വെന്തിട്ട് ആ ലേഹത്തിൻ്റെ കൂടെ നമ്മൾ ആക്കണില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുപ്പീൻ്റെ മേലെയാണ് ഈ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും ആ ലേഹത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ ആക്കാൻ നോക്കുക. പിന്നെ സീല് ഇതാണ് കേട്ടോ. ഞാൻ കരുതിന് ഈ സീൽ എങ്ങനെ വെക്കുക എന്നാവോ. ആ സീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലിട്ടത്. ആ കുപ്പിൻ്റെ അടുപ്പിലിട്ടിട്ട് ആ മെഷീനുകൊണ്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ വെക്കണത്. ഞാൻ കരുതിന് ആദ്യത്തെ സീൽ എങ്ങനെയെന്ന് അറിയോ, ഇസ്തിരിപ്പെട്ടി കൊണ്ട് വെക്കേനു. അത് നമ്മൾ നേരെ മേലെ വെച്ചിട്ട് ഇസ്തിരിപ്പെട്ടി ചൂടാക്കേനു. ഇത് നേരെ മേലെ കുപ്പിൻ്റെ മേലെയാണ് കേട്ടോ ഈ സീല് വെക്കണേ. അത് പ്രസ് ചെയ്യുമ്പോൾ ഒരു 2 സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് ആയിക്കഴിഞ്ഞാൽ ആ സീല് ഒട്ടി. അങ്ങനെയാണ് കേട്ടോ. ലേഹ്യം പൊട്ടിച്ചാൽ എല്ലാ ഭാഗത്തേക്കും എണ്ണയും നെയ്യും തട്ടണം കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു പരമാവധി എണ്ണ വെച്ച് ഇവിടുന്ന് അയക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ 1/2 കിലോത്തിൻ്റെ മേലെ എന്നാൽ തന്നെ ഞാൻ അയക്കണീൻ്റെ ഇതുണ്ട് കേട്ടോ. മരുന്നിൻ്റെ പുറത്ത് പിന്നെയും ഞാൻ കുറച്ച് എണ്ണയും നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേറെ എണ്ണയും നെയ്യും ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം പോസ്റ്റിൽ അയക്കണേണ്. അപ്പോൾ എണ്ണ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലൈൻറ്റ് വരും. ഓലെ ഫയലിൽ കൂടിയും പിന്നെ പോസ്റ്റിൽ കൂടി പല സാധനം അയക്കണല്ലേ, കത്തും പാസ്പോർട്ടുകളൊക്കെ അയക്കണല്ലേ. അപ്പോൾ അതിൽമൊക്കെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് കേസൊക്കെ വരും കേട്ടോ. അപ്പോൾ എണ്ണ അയക്കണേനൊരു പരിധി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സാധനങ്ങളൊക്കെ അതിൽ എണ്ണയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കേടും വരില്ല. എണ്ണ മേലെ ഇങ്ങനെ നിൽക്കണം. പക്ഷേ ആ എണ്ണ മേലെ നിൽക്കാൻ മാത്രം വെച്ച് ഇവിടുന്ന് അയക്കാൻ പറ്റൂല. അപ്പോൾ ലേഹ്യം വാങ്ങണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ ദിവസം വെച്ചിട്ട് തിന്നണവരാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അടിയത്തെ ഡോറിൽ വെക്കുക കേട്ടോ. കിട്ടിയേക്ക് തന്നെ പിറ്റേന്നൊന്നും കുഴപ്പമില്ല. ഒരു കുറേ ദിവസം വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ അടിയത്തെ ഡോറിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കണം കേട്ടല്ലേ. പിന്നെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് എണ്ണയും നെയ്യും എല്ലായിടത്തും ആക്കി വെക്കും വേണം കേട്ടോ. അടിയിലേക്കാരുണ്ടാവുക, ആ കുപ്പിൻ്റെ അടിയിലേക്കാരും ഊറിയിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല മഴയുള്ള സമയമല്ലേ, ഈ മഴയത്താണ് കേട്ടോ ലേഹ്യമൊക്കെ തിന്നാൻ നല്ലത്. നമ്മളെ തടിക്ക് നല്ല പിന്നെ ലേഹ്യത്തിന് നല്ല ഫലം കിട്ടുക ഈ മാസത്തിലാണ്, ഈ കർക്കിടക മാസത്തിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പിൽ വന്നോളും. അപ്പോൾ നമ്മൾ നട്സിൻ്റെ ലേഹ്യം ഇപ്പം അല്ല നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയാ വെച്ചാൽ ആദ്യം ഒരു ബാച്ച് നട്സ്, അത് കഴിഞ്ഞിട്ട് ആട്, അങ്ങനെയാണ് എടുക്കണം കേട്ടോ. അപ്പോൾ ആ നട്സ് ലേഹ്യത്തിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് ആട് ലേഹ്യത്തിന് ഓർഡർ എടുക്കും. ആട് ലേഹ്യം വീട്ടിലുണ്ടാകുന്ന സമയത്ത് നട്സ് ലേഹ്യത്തിന് ഓർഡർ എടുക്കും. അങ്ങനെയാണ് കേട്ടോ. ഒരു ലേഹ്യം കഴിഞ്ഞിട്ടേ അടുത്ത് വരകണുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഓർഡർ എടുക്കുക ചെയ്യണേ. അപ്പം മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ സപ്പോർട്ടും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ തുടങ്ങിയത് നോമ്പ് കഴിഞ്ഞിട്ടാണ്. അൽഹംദുലില്ലാ, നമ്മൾ കുറേ പ്രാവശ്യം വിരകിട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിരകണുണ്ട്. പിന്നെ അത് ആവശ്യക്കാർക്ക് എത്തണമുണ്ട്, ആൾക്കാർക്ക് വാങ്ങിയവർക്ക് നല്ല റിസൾട്ടും ഉണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ലേഖം 2ാമത്തെ ബോട്ടിലും കൂടി വേണം. അച്ഛനുള്ളത് ആടിലേഖം, പിന്നെ മോൾക്കുള്ളത് പറഞ്ഞിരുന്നല്ലോ, മോള് വാങ്ങണ ലേഖം. അത് മോൾക്ക് നല്ല മാറ്റമുണ്ട്. ആദ്യമൊന്നും ഭക്ഷണമൊന്നും വല്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല സാധനമാണ്. അപ്പൊ അതൊരു ബോട്ടിൽ. പിന്നെ അവൾ അച്ഛനുള്ളത്, അച്ഛനും തന്നെ നല്ല മാറ്റമുണ്ട്. അവർക്ക് വേദനയും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവർക്കും ഒരു ബോട്ടിൽ ലേഖം വേണം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ആവശ്യക്കാർ ഓർഡർ ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ വാങ്ങിയവർ തന്നെ ഒരു തുടർച്ചയായിട്ട് അവർക്ക് തിന്നണം എന്നുള്ളൊരു ഇത് കേട്ടോ. നല്ലൊരു സാധനം കൊടുക്കുമ്പോൾ അവിടെ ആൾക്കാരുണ്ടാവും എന്നില്ല മനസ്സിലായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ
അത്രയും വൃത്തിയിൽ അത്രയും നല്ല സാധനങ്ങളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഒക്കെ കഴുകി മുളപ്പിച്ചാലും മുളപ്പിച്ചിട്ടാണ് ധാന്യങ്ങളൊക്കെ മുളപ്പിച്ചുമ്പോൾ അതിൽ നല്ല വിറ്റാമിൻ്റെ പിന്നെ അതും കാൽസ്യവും എല്ലാ സാധനം നമ്മുടെ ശരീരത്തേക്ക് വേണ്ട എല്ലാ വിറ്റാമിൻസും നമുക്ക് മുളപ്പിച്ച ധാന്യങ്ങളിൽ നിന്ന് കിട്ടും കേട്ടോ. അതേപോലെ പിന്നെ നട്സുകൾ, പിന്നെ ആട്ടിലേക്കാണെങ്കിൽ ആടിൻ്റെ സൂപ്പ്, അതേപോലെ തന്നെ പിന്നെ നെയ്യൊക്കെ നല്ല നാടൻ നെയ്യിന് ഒക്കെ വേറൊരു ഗുണമുണ്ട് കേട്ടോ. അതേപോലെ നല്ലെണ്ണ, ഇതിനൊക്കെ ഏറ്റവും നല്ല ഗുണങ്ങളില്ല സാധനങ്ങൾ തന്നെ. ഞാനതിൽ ഒരു പിശുക്കും കരുതണില്ല, ഒരു മടിയും കരുതണില്ല കേട്ടോ. അത് രണ്ടും പറഞ്ഞാൽ എന്താ വെച്ചാൽ പിസ്കത്തരം കേട്ടി സാധനം വാങ്ങുമ്പോൾ പിസ്കത്തരം കാട്ടുക, അതേപോലെ തന്നെ മടി, നമുക്ക് പിന്നെ പണിയെടുക്കാനുള്ള മടി ഉണ്ടായാൽ ഈ മുളപ്പിച്ചലൊക്കെ നമ്മൾ ഒഴിവാക്കും കേട്ടോ. അതേപോലെ തന്നെ കൈകിലൊക്കെ ഒഴിവാക്കുക. പക്ഷേ ഞാൻ നമ്മളെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാക്കണോ അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വിൽക്കാനാണെന്ന് കരുതിയിട്ട് അതിലൊരു കളങ്കം വരുത്തണില്ല കേട്ടോ. കള്ളത്തരം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മാത്രം കച്ചവടം ചെയ്താൽ പോരല്ലോ, നമുക്കിത് തുടർന്നും മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത ഉണ്ട്. അതേപോലെ വാങ്ങിയവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും വേണം. പിന്നെ നമുക്ക് ഇവിടെ മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഒരു കച്ചവടം ചെയ്തുകൊണ്ട് നമുക്ക് അവിടെയും പോയി ജീവിച്ചണ്ടേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ സാധനങ്ങൾ പാക്ക് ചെയ്യണതും നമ്മൾ ഉണ്ടാക്കണതും ഒക്കെ കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പിൽ വന്നോളിയും. ഈ കല്യാണപ്രായമായ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഒട്ടി ഉണങ്ങിയും ഒരിക്കാണ് നമ്മളെ നട്സിലേക്കും ഏറ്റവും റിസൾട്ട് കിട്ടണത് കേട്ടോ. ഭക്ഷണം കഴിച്ചില്ല, ഒരു കണ്ണി കണ്ട ലേസും അതേമാതിരി ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിരുന്ന കുട്ടികളേക്കാരം. അപ്പോൾ അങ്ങനത്തെ കണ്ണി കണ്ടതൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോറും കഞ്ഞിയൊക്കെ തിന്നുക. അതേപോലെ തന്നെ നമ്മളെ ലേഹ്യം തിന്നാൽ കുട്ടികൾക്ക് നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. പെൺകുട്ടികൾ പിന്നെ പീരിയഡ്സിൻ്റെ വേദന കുറഞ്ഞു അറിയണവരുണ്ട്. അതേമാതിരി പിന്നെന്താണ് പീരിയഡ്സ് സ്ഥിരം വരാത്തവരുണ്ട്, മാസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്, 5 മാസം കൂടുമ്പോഴൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ രക്തക്കുറവിനും രക്തം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് നമ്മൾ ഈ നട്സിൻ്റെ ലേഹ്യം. പിന്നെ മറ്റേ ലേഹ്യം ആട്ടിലേഹ്യം ആർക്കാണ് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ആട്ടിലേഹ്യം നമ്മളെ വയസ്സായവരുണ്ടല്ലോ, ഈ ക്ഷീണവും കുഴക്കമൊക്കെ ആയിങ്ങാണ്ട് പിന്നെ കിടക്കണവരുണ്ടല്ലോ, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. വയസ്സായവർക്ക് ഈ വേദന കജും കാലും വരുത്തം തരിപ്പ് അങ്ങനത്തെവർക്ക് നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ ആട്ടിലേക്കും കേട്ടോ. പിന്നെ അതേമാതിരി ദാമ്പത്യത്തിൽ ബുദ്ധിമുട്ടില്ല ആണുങ്ങളുണ്ട്, ഓർക്കും തന്നെ നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ ആട്ടിലേക്കും കേട്ടോ. അപ്പോൾ റിസൾട്ട് വന്നത് തന്നെയാണ് നമ്മൾ പറയണത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അത്രയും മരുന്നുകളും അത്രയും നാച്ചുറൽ സാധനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ കരുതുന്നുണ്ടാവും ലേഹ്യത്തിൻ്റെ വീഡിയോ പറയുന്നിടത്ത് എന്താ അപ്പോൾ ഈ ഡ്രസ്സ് കാണിച്ചിടണം കേട്ടോ. ഇത് ഈ ഡ്രസ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിങ്ങാണ്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാനൊരു ഷോർട്ട് എടുത്തപ്പോൾ തന്നെ പൊയ്ക്കണം കേട്ടോ. പെരുന്നാൾക്കൊക്കെ ഇറക്കിയ കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അന്നൊക്കെ ഒന്നും വീഡിയോ ഇടാൻ ഒഴിവ് കിട്ടിയില്ല. ഒരു ആസ്പത്രി കേസൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ ഇടാൻ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇവിടെ കിടക്കണം. പിന്നെ എന്താ വെച്ചാൽ മോഡൽ പോവുകയും ചെയ്യും. പിന്നെ മാക്സിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് മാക്സികളും ഉണ്ട്, കുറച്ച് ചുരിദാറുകളും ഉണ്ട്, കുറച്ച് പിന്നെ വീട്ടിൽ നിന്നിടുന്ന ചുരിദാറും ഉണ്ട്, കുറച്ച് പാർട്ടി വെയർ ചുരിദാറും ഉണ്ട്. അപ്പോൾ ഞാനത് ഓഫറിൽ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഒന്ന് നോക്കൊണ്ടു. ഓഫറിൽ ഞാൻ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടുന്നത് ഷോർട്ടായിട്ട് ഇടണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിക്കണം. ഈ ഡ്രസ്സുകൾ ഇത് പോയിക്കണം കേട്ടോ. അങ്ങനത്തെ മാക്സികൾ ഇനിയുണ്ട്, കളർ ചേഞ്ച് ഇല്ല മാക്സികൾ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 മാക്സി ഓഫറിൽ ഇട്ടതാണ്. ഇത് വേറെ ഒരാൾ എടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി ഇതേപോലെ മാക്സികളും ചുരിദാറുകളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങി സഹകരിച്ചണം കേട്ടോ. ഇനി ഇറക്കണമില്ല, ഡ്രസ്സിൻ്റെ വീഡിയോസ് നടക്കണില്ല. ഡ്രസ്സും ലേഹ്യവും 2 ലേഹ്യവും കൂടിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ വീഡിയോയുടെ എല്ലാം സമയം കിട്ടണില്ല. നമുക്ക് ലേഹ്യത്തിന് തന്നെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പാടെത്തൂല.